നമ്മളിപ്പോൾ ഉള്ളത് സുൽത്താൻ ബത്തേരിയുള്ള ജൈൻ ടെമ്പിളാണ്. ഈ സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് തന്നെ വന്നത് ഈ ഒരു ടെമ്പിൾ ഉള്ളതുകൊണ്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പണ്ട് ഈ ടിപ്പു സുൽത്താൻ്റെ ടൈമില്ലേ, ആ ടൈമിൽ ഇതൊരു ജൈൻ ടെമ്പിളായിരുന്നു. ടിപ്പു സുൽത്താൻ ഇവിടെ വന്നിട്ട് ഇതെല്ലാം പിടിച്ചടക്കി. എന്നിട്ട് എന്താക്കി, ടിപ്പു സുൽത്താൻ്റെ ആയുധങ്ങൾ കൊണ്ടുവെക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റിയതിന്. അപ്പം ആ ടൈമിൽ ബ്രിട്ടീഷുകാർ വിളിച്ച പേരാണ് ടിപ്പൂസ് ബാറ്ററി. ബാറ്ററി എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുവെക്കുന്ന ഒരു സംഭവം, അതായത് ആയുധങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നത്. അതായിരുന്നു ഇത്. ആ ഒരു പേരാണ് പിന്നീട് സുൽത്താൻ ബത്തേരിയായി മാറിയത്. അപ്പോൾ ഇതിനു മുമ്പെന്തോ ഗണപതി വട്ടോ അങ്ങനെ എന്തോ ആയിരുന്നു ഇവിടെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇതേപോലെ ഒരുപാട് ജൈൻ ടെമ്പിളുകൾ നമ്മുടെ വയനാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ സ്ഥലത്ത് കാണാൻ പറ്റും. അതിലേറ്റവും വലുതാണെന്ന് തോന്നുന്നു ഈ കാണുന്നത്. ഇതിനകത്ത് ഇവിടെ ഒരു കുളമുണ്ട്, കുളമല്ല ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ അവിടെ നിന്ന് മൈസൂരിലേക്ക് ഒരു തുരങ്കപാത ഉണ്ടെന്നൊക്കെയാണ് ഒരു കഥയുള്ളത്. പിന്നെ കുറേ പേര് ഇവിടെയുള്ളവർ പറയുന്നു ഇവിടുന്ന് ആ തുരങ്കപാത ഇവിടെ താഴത്തെ ഒരു വയലുണ്ട്, ആ ഭാഗത്തേക്കാണ്. അപ്പോൾ പെട്ടെന്നൊരു ആക്രമണമൊക്കെ വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് എന്താണെന്നറിയില്ല. എന്തായാലും ഇത് നമ്മൾ ഹംപിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, പഴയ ഇതിനെന്തായിരുന്നു പറയുന്നത്, അരയ്ക്കുന്ന സംഭവം, അതൊക്കെ ഉണ്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഇടനാഴികളൊക്കെ നല്ല രസമുണ്ട്. വലിയ കല്ലൊക്കെ വെച്ച്, ഫുള്ള് കല്ലാട്ടോ. മഴക്കാലത്ത് വന്നാൽ തെന്നും ഇവിടെയൊക്കെ കല്ലൊക്കെ വെച്ച് ഉണ്ടാക്കിയേക്കുന്നു. മഴ പെയ്യുമ്പോൾ നല്ല രസമുണ്ട് ഇത് കാണാൻ. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പ്രതിഷ്ഠയൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അടച്ചിട്ടേക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഞാൻ കാണിച്ചാൽ അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഭാഗത്താണ് കയറാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. ഈ ഒരു ഭാഗത്ത് ഇതിനുണ്ട് മുമ്പിലൊരു ഇതെന്താ പറയുക ഇതിന്, ഇവിടെ ഡാൻസ് കളിക്കുന്ന പോലത്തെ സെറ്റപ്പൊക്കെ ആയിരിക്കാം. അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇവിടെ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇവിടെ പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഈ ഒരു കല്ലിൽ കൊത്തി വെച്ചേക്കുന്ന ഒരു പാമ്പിൻ്റെ പടം കണ്ടില്ലേ. ഇത് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മളെന്തെങ്കിലും ഒരു കാര്യം വിശ്വസിച്ചിട്ട്, ഒരു കാര്യം ഓർത്തിട്ട് നടക്കണമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ തലേന്ന് വാല് വരെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നടക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇത് കുറച്ച് പാടാണ് അതിനകത്ത് കൊണ്ടുപോകാൻ കറക്റ്റ്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം, കൂട്ടിയിട്ടേക്കുമാണ്. ഇവിടുന്ന് ഈ കുളത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ സുൽത്താൻ ബത്തേരിയുള്ള ജൈൻ ടെമ്പിളും ഇവിടുത്തെ മഴക്കാലത്തുള്ള കാഴ്ചകളും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ തീർച്ചയായും നമ്മളോട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ വയനാട്ടിൽ നമ്മൾ സുൽത്താൻ ബത്തേരി വരുമ്പം ഈസി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ സ്ഥലമാണിത്. ടൗണിൽ തന്നെയാണുള്ളത്. ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി, അത്രയേ ഉള്ളൂ. അവിടെ വരുമ്പം കണ്ടിട്ട് പോവുക.